നടുവിലാണ് കേരളീയ സമൂഹം ജീവിക്കുന്നത്. ഇത്തരം സങ്കീർണതകൾ എങ്ങനെയാണ് നമ്മെ പിടികൂടിയിരിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും കടക്കെണിയിലകപ്പെട്ട ജനതയുള്ള ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിഗതമായ ഓരോ ബാധ്യതകളും സമൂഹത്തിൻ്റെ ബാധ്യതകളായി മാറി. സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഒന്നാമതായി നമ്മെ അലട്ടുന്നത്. കടക്കെണി കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണ ജനങ്ങൾ നമുക്ക് ഭാരമായി മാറും. എന്താണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുവരവാണ് നമ്മുടെ ജീവിത ശൈലികളെ മാറ്റിമറിച്ചത്. ജീവിതശൈലിക്ക് വഴി നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത് ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുവരവാണ്. വാങ്ങിക്കൂട്ടലുകളുടെ ഒരു സംസ്കാരത്തിന് നാം എങ്ങനെയോ അടിമപ്പെട്ടുപോയി. നമുക്ക് വേണ്ടാത്തതും വേണ്ടുന്നതുമായ എല്ലാം വാങ്ങിക്കൂട്ടുക, വാങ്ങിക്കൂട്ടലുകളിൽ വിജയം കണ്ടെത്തുക എന്ന ഒരു മുദ്രാവാക്യമാണ് നമുക്കിന്നുള്ളത്. നമ്മുടെ സാധാരണ ജനങ്ങളെ കടക്കെണിയിലേക്ക് നയിക്കുന്നത് ഒന്നാമത്തെ കാര്യം വീട് നിർമ്മാണം, പിന്നീട് വിവാഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തുകൾ. സാധാരണക്കാരെയും അതിന് താഴോട്ടുള്ള എല്ലാ ജനങ്ങളെയും അടിമകളാക്കുന്ന ഈ ഒരു ജീവിതശൈലിയാണ് ഒന്നാമതായി നാം ചൂണ്ടിക്കാട്ടേണ്ടത്. കോൺക്രീറ്റ് സൗധങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. നാം ആരോടാണ് മത്സരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? കോൺക്രീറ്റ് സൗധങ്ങൾ പണിഞ്ഞുയർത്തി ആ ബാധ്യതകൾ ബാങ്കുകളിൽ നിന്നും മറ്റും ഭീമമായ തുക ലോണുകളെടുത്ത് നാം വെല്ലുവിളിച്ചുകൊണ്ട് മത്സരബുദ്ധിയോട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അതാണ് ഇന്ന് ഭൂരിഭാഗം പേരും. സർക്കാർ ജോലിയിലുള്ളവർ പോലും ജീവിതത്തിൻ്റെ 3/4 പങ്കും വീട് നിർമ്മാണത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. അത് എന്തിനാണ് എന്നാരും ചോദിക്കാറില്ല. ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുവരവ് നമ്മുടെ ജീവിതശൈലിയെ അല്ല മാറ്റിയത്, നമ്മുടെ ചിന്തകളെയാണ്. നമുക്ക് എന്തെല്ലാം വേണം, എന്തെല്ലാം വേണ്ട, നാം വാങ്ങിക്കൂട്ടിയതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് നാം ചിന്തിക്കാറില്ല. നാം എന്തിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്തിടെ ഒരു ലേഖനത്തിൽ ഒരാൾ എഴുതി, അത് തമാശ രൂപേണ എഴുതിയതാണെങ്കിലും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അവിടെ നിന്നും ഒരു അറബി നാട്ടിലെത്തിയപ്പോൾ തൻ്റെ വീട്ടുജോലിക്കാരൻ്റെ വീട് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് ഒരു തമാശ രൂപേണ എഴുതിയതെങ്കിലും ഒരു സാമൂഹിക യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിലുണ്ട്. നമുക്കെന്തെല്ലാം വേണം, നമുക്കെന്തെല്ലാം വേണ്ട എന്ന്